ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാഖിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. വടക്കിഴക്കൻ സിറിയയിലെ US സൈനിക താവളത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി ഇറാഖിലെ സുമർ എന്ന പട്ടണത്തിൽ നിന്ന് 5 റോക്കറ്റുകൾ തൊടുത്തുവിട്ടത്. ഇതിന് പിന്നിൽ ഇറാനെ സഹായിക്കുന്ന നിഴൽ സംഘടനകളാണ് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി US സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ ആക്രമണം നടന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും 2 സുരക്ഷാ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ ട്രക്കിന് പിന്നിൽ ഉറപ്പിച്ച ലോഞ്ചറിൽ നിന്നായിരുന്നു ഈ 5 റോക്കറ്റുകൾ വിക്ഷേപിച്ചത്. സുമ്മറിലായിരുന്നു ഈ ട്രക്ക് പാർക്ക് ചെയ്തിരുന്നതും. ഏതായാലും ഈ ഇറാൻ്റെ പിന്തുണയുള്ള നിഴൽ ഗ്രൂപ്പുകൾ ഇസ്രയേലിലും അമേരിക്കയിലുമൊക്കെ ആക്രമണം നടത്തുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുകളുണ്ടായിരുന്നു. ആ മുന്നറിയിപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരും തന്നെ, അതായത് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇസ്രയേലും എല്ലാം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരുന്നു. അത്തരത്തിലൊരു സംഘടനയാണ്, ഇല്ലെങ്കിൽ ആ നിഴൽ ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയതെന്നാണ് പുറത്തു വരുന്ന വിവരം. ആൾനാശമുണ്ടായതായി വിവരവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.